ഈ കഥയുടെ പേര് ഗവേഷണവും തെയ്യവും എന്നാണ്. ഞാൻ റിസർച്ച് ചെയ്യുന്ന കാലഘട്ടത്തിൽ എൻ്റെ ഗവേഷണ പ്രബന്ധം എന്ന് പറയുന്നത് കൊച്ചിയിലെ യഹൂദരുടെ സാംസ്കാരിക ചരിത്രം. അതിന് മെറ്റീരിയൽ കിട്ടാൻ വലിയ പാടായിരുന്നു. അങ്ങനെ ഒരുപാട് സ്ഥലത്തെല്ലാം അന്വേഷിച്ച് നടന്ന അവസാനം ഒരാൾ പറഞ്ഞ് ബ്രണ്ണൻ കോളേജിലെ ഒരു പ്രൊഫസർ കുഞ്ഞിപ്പയ്ക്കുന്നൊരാളുണ്ട്, അയാൾ ചെന്ന് കാണുക, എന്തെങ്കിലും സഹായം കിട്ടുമായിരിക്കും. അങ്ങനെ ഞാൻ ബ്രണ്ണൻ കോളേജിൽ ചെന്ന് പുള്ളിയെ സംസാരിച്ചപ്പോൾ പുള്ളി വേറെ സുഹൃത്തുമായിട്ട് മാഹിയോട് പോകാൻ നിൽക്കുക. അപ്പോൾ എന്നോട് താൻ മാഹി കണ്ട് താനും കൂടെ കറി കയറിക്കും, മാഹിയെല്ലാം കണ്ടിട്ട് നമുക്ക് വരാം, നമുക്ക് നാളെ ഡിസ്കസ് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ എന്നെ കൂടെ കറി കയറ്റി മാഹി പോയി. മാഹിയിൽ മദ്യം വില കുറവുള്ള സ്ഥലമാണ്. അപ്പോൾ എന്നോട് പറയാം താൻ കാറിൽ ഇരുന്നു, ഞങ്ങൾ പോയിട്ട് ഇപ്പോൾ വരാമെന്ന് പറഞ്ഞു. അവരവിടെ പോയിട്ട് കുറേ അടിച്ച് റെഡിയാക്കി തിരിച്ചു വന്നു. തിരിച്ചു വന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും എന്നോട് ചോദിച്ച് ഞങ്ങൾ ചെറിയ മിനിങ്ങാൻ പോയി തനിക്ക് വേണമായിരുന്ന, അപ്പോൾ എനിക്ക് വേണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ഒന്നും കൂടെ പോയിട്ട് തിരിച്ചു വന്നു. തിരിച്ചു വന്നിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ പിന്നെ തിരിച്ചു പോകുന്നത് കോഴിക്കോടൊക്കെ പോകുന്നത്. അങ്ങനെ വടകര വഴിയാണ് പോകണം. വടകര കോഴിക്കോടേക്ക് പോകും, വടകര വഴി. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പോകുന്ന വഴിക്ക് ഇടതുവശത്തായിട്ട് ഒരു ചെറിയ കുന്നിൻ്റെ മുകളിൽ ചെറിയ സംഗീതത്തിൻ്റെ ശബ്ദം വരുന്നു, ചെറിയ ലൈറ്റുകൾ കാണുന്നുണ്ട്, ആട്ടവിളക്കിൻ്റെ ലൈറ്റൊക്കെ കാണുന്നത്. അപ്പോൾ ഈ പ്രൊഫസർ പറഞ്ഞു അവിടെ തെയ്യം കളിക്കുകയാണ്, നമുക്ക് തെയ്യം ഒന്ന് കണ്ടിട്ട് പോകാമെന്നത്. അപ്പോൾ ഞാൻ തെയ്യം കണ്ടിട്ടില്ല. ഞാൻ പറഞ്ഞാൽ എന്നാൽ ശരി, എനിക്കും വലിയ താല്പര്യമുള്ള കേസാണ്, തെയ്യം കാണാമെന്ന്. അങ്ങനെ ഞങ്ങൾ തെയ്യം കാണാൻ വേണ്ടി ഈ ചെറിയ കുന്നാണ്, ചെറിയൊരു കയറ്റം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇരുട്ടാണെങ്കിൽ ഈ വിളക്കിൻ്റെ ആട്ടവിളക്കിൻ്റെ ഒരു പ്രകാശം മാത്രമേ ഉള്ളൂ. അങ്ങനെ തെയ്യം ഉറഞ്ഞാടുകയാണ്. അപ്പോൾ ഈ പ്രൊഫസർ ചോദിച്ച് ഇത് ഏത് തെയ്യമാണ്, ഒരാൾ അടുത്ത് നിന്നൊരാൾ ചോദിച്ച്. അപ്പോൾ ഇത് കരിവന്നൂർ വീരനാണ്, ആട്ടം കണ്ടില്ലേ. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ തെയ്യക്കാരൻ, ആടുന്ന തെയ്യക്കാരൻ ചില ചേഷ്ടകളൊക്കെ കാണിക്കുന്നുണ്ട്. അയാൾ അടുത്ത് നിന്നൊരാളെ വിളിച്ചിട്ട് ചെവിയിൽ എന്തോക്കെ പറയുന്നുണ്ട്. ഇപ്പോൾ പ്രൊഫസർക്ക് സംശയം, അയാൾ മുസ്ലിമാണ്. ഈ മുസ്ലിം ആയതുകൊണ്ട് ഇനി അവിടെ ആ സമയത്തൊരു വർഗീയ കലാപമൊക്കെ നടത്തുന്ന സ്ഥലമാണ്. അപ്പോൾ ഇയാൾ ഇനി മുസ്ലിമാണെന്നൊക്കെ ധരിച്ചിട്ടാണോ, അങ്ങനെയാണെങ്കിൽ അടി ഉറപ്പാണ്. ഇപ്പോൾ പ്രൊഫസർ പെട്ടെന്ന് നമുക്ക് പോയിക്കളാം, വേഗം പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ പെട്ടെന്നെടുത്ത് വണ്ടി എടുത്ത് നേരെ കോഴിക്കോട് പോയി എന്നെ അവിടെ ഒരു സ്ഥലത്തിറക്കി അവർ. പിറ്റേ ദിവസം രാവിലെ ഞാൻ വീണ്ടും ചെന്ന് കഴിഞ്ഞപ്പോൾ ഈ പ്രൊഫസറുണ്ട് ചോദിക്കുന്നത്, ഇവിടെ ഇന്നലെ ആ തെയ്യം ഈ ചേഷ്ടകൾ കാണിക്കാനുള്ള കാരണം എന്താ, താൻ ഗവേഷണമല്ലേ, താൻ പറ. ഞാൻ പറഞ്ഞ് സാധാരണ മുസ്ലിമാണെന്ന് ചിലപ്പോൾ ധരിച്ച് കാണുമായിരിക്കും, മനസ്സിലാക്കി കാണുമായിരിക്കും, അതുകൊണ്ടായിരിക്കും. അല്ല, നിരീക്ഷണം തെറ്റാ. ഇങ്ങനെയുള്ള നിരീക്ഷണം നടത്തിയ ഒരാൾക്ക് ഗവേഷണം നടത്താൻ പറ്റില്ല. ഞാൻ വേണമെങ്കിൽ എൻ്റെ പ്യൂണെ കൊണ്ട് പറയിപ്പിച്ചു തരാമെന്ന് പറഞ്ഞു. അങ്ങനെ പ്യൂണെ വിളിച്ചു, ചേട്ടാ രാമ, ഇന്നലെ തെയ്യം ചേഷ്ടകൾ കാണിക്കാനുള്ള കാരണം എന്താ, നീ പറയാൻ പറഞ്ഞു. അപ്പോൾ ഈ പ്യൂൺ പറയുകയാണ്, സാറേ ഞാനായിരുന്നു തെയ്യം ആടിയത്.